ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ. അപ്പൊ ഇത് നാശമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല. കഴിയുകയാണെങ്കിൽ അവർക്കല്ലേ കഴിയേണ്ടത്, ഇത് അവർക്കല്ലേ സാധ്യമാവേണ്ടത്. അതിനു വേണ്ടി അവർ പണം ചെലവഴിച്ചു, അതിനുവേണ്ടി അവർ ലഘുലേഖകൾ ഇറക്കി. $680 ലക്ഷം, ചെറിയ സംഖ്യ. $680 ലക്ഷം ചെലവഴിച്ചു. ഇന്നത്തെ കണക്കിന് $1000 മില്യൺ ചെലവഴിച്ചു എന്ന് പറയുന്നു. എന്നിട്ടും നാമമാത്രമായൊരു നേട്ടമുണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തിന് അമേരിക്കയുടെ കാര്യം? ഞാൻ സ്വപ്നം കാണുന്ന രാമരാജ്യം മദ്യമില്ലാത്ത രാജ്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. രഘുപതി രാഘവ രാധാറാം എന്ന് പാട്ട് പാടിയിട്ട് കാര്യമില്ല. പതീത പാവന സീതാറാം ഈശ്വര അല്ലാ തേരേ നാം എന്ന് പാടിയിട്ട് കാര്യമില്ല. ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം എന്താ? എത്ര ഗാന്ധി ജയന്തി കഴിഞ്ഞു പോയി. ഇക്കൊല്ലം കഴിഞ്ഞല്ലോ ഗാന്ധി ജയന്തി. നമ്മള് നഗര ശുചീകരണങ്ങൾ നടത്തി എന്നല്ലാതെ മനസ്സിന്റെ ശുചീകരണങ്ങളും സ്വന്തം വയറിന്റെ ശുചീകരണവും ആരു നടത്തി? അതൊക്കെ നടത്തി. നമ്മൾ മെഡിക്കൽ കോളേജിന്റെ പരിസരത്തെ കാട് വെട്ടുക, ഇതാ നമ്മൾ ആകെ ചെയ്തത്. മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് കാട് വെട്ടുക, മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ അഴുക്ക് നീക്കം ചെയ്യുക. അതിനേക്കാൾ വലിയ അഴുക്കുണ്ടല്ലോ. ഇന്നമൽ ഖംറു വൽ മൈസിർ എന്നതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് റിജ്സും മിൻ അമലി ശൈത്താൻ. റിജ്സും മിൻ അമലി ശൈത്താൻ. മുദ്രാവാക്യം വിളിച്ചു പോയിട്ട് കാര്യമില്ല. എന്തിന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ ഹൈന്ദവ സമൂഹം അംഗീകരിക്കുന്ന ഹൈന്ദവ സമൂഹത്തിലേക്കുള്ള ആധുനിക പ്രവാചകനെന്ന് ആധുനിക ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്ന ആളാണല്ലോ ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തിയറി എന്താ? മധ്യവർജക സമൂഹമാണ്. അതല്ലേ SNDP എന്ന് കൊണ്ട് നടക്കുന്നത്. SNDPയുടെ മഞ്ഞക്കുപ്പായത്തിന്റെ ഉള്ളിൽ ആ സന്ദേശം ഗുരുവിന്റെ സന്ദേശമാണെങ്കിൽ സത്യത്തിൽ അത് മദ്യവർജനത്തിന്റെ സന്ദേശമാകണം. പക്ഷെ എന്തുണ്ടായി? വെള്ളാപ്പള്ളി നടേശൻ എന്ന കേരളം കണ്ട അബ്കാരിയെ കൊണ്ടുപോയിട്ട് സർക്കാർ SNDPയുടെ ജനറൽ സെക്രട്ടറി ആക്കി. നിയമങ്ങളിൽ ഉറുംഭരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കണം. എനിക്ക് ഇപ്പോഴും എത്തും പിടിയും കിട്ടാത്തൊരു കാര്യമാണത്. എങ്ങനെ വെള്ളാപ്പള്ളി നടേശന് SNDPന്റെ സെക്രട്ടറി ആയി? കാരണം കേരളം കണ്ട വലിയ അബ്കാരിയാണ് അയാൾ. ഗുരുവാകട്ടെ ജീവിച്ചത് മുഴുവൻ മദ്യം ഉപേക്ഷിക്കണേ എന്ന് പറയാം. അതിനേക്കാൾ വലിയ അത്ഭുതം മനുഷ്യനുണ്ടാക്കുന്ന ദൈവങ്ങൾക്കൊന്നും അങ്ങനെ ആവാം, പിന്നെ അങ്ങോട്ട് ആശ്വസിക്കാം. മനുഷ്യനുണ്ടാക്കുന്ന ഒരു ദൈവത്തിനും ആരാധിക്കരുത്, ഒരു വിഗ്രഹത്തിനും ആരാധിക്കരുത് എന്ന് കേരളത്തിലെ ജനതയോട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടി നടന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവാ. അയാൾ മരിച്ചപ്പോൾ, ആ സാധു മരിച്ചപ്പോൾ, ആ മനുഷ്യൻ മരിച്ചപ്പോൾ ഈ SNDPക്കാരെല്ലാവരും ചേർന്നിട്ട് അയാളെ തന്നെ അങ്ങോട്ട് ദൈവമാക്കി. ഇപ്പൊ SNDP മഠങ്ങളിൽ മുഴുവനും പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അപ്പൊ എന്നതുപോലെയാകാം ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നിയമങ്ങൾ ഒരിക്കലും നിങ്ങൾ 20ാം നൂറ്റാണ്ട് ഏതു കാലത്താണ് അവരൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്? ജർമ്മനിയിൽ ഗ്യാസ് ചേംബറിലിട്ട് ലക്ഷക്കണക്കായ ആളുകളെ അഡോൾഫ് ഹിറ്റ്ലർ ചുട്ടുകൊന്ന ആധുനിക വ്യവസ്ഥിതിയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കുത്തൊഴുക്ക് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലഘട്ടങ്ങളിൽ ചെയ്തു. എന്തുകൊണ്ട്? അവിടുന്ന് പറഞ്ഞു അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. ആരും മദ്യം ഉപയോഗിക്കരുത്. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. സ്വഹീഹ് മുസ്ലിം. ഇവിടെ ചിന്തിക്കണം ഈ ഹദീസ്. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. മദ്യം എല്ലാ തിന്മയുടെയും ഉമ്മയാണ്. അൽ ഖംറു ഉമ്മുൽ ഖബാഇസി. എല്ലാ തിന്മകളുടെയും ഉമ്മയാണ്. അഥവാ എല്ലാ തിന്മകളെയും സത്യത്തിൽ പ്രസവിക്കുന്നത് മദ്യമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. അൽ ഖംറു ഉമ്മുൽ ഖബായിത്ത്. ഏത് തിന്മയെയും പ്രസവിക്കുന്നത് മദ്യമാകുന്നു. മുസ്തഫ നബി പറഞ്ഞു സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയ വാക്കാണ് ഈ പറയുന്നത്. ചിന്തിക്കണം. കള്ളു കുടിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകാം. കള്ളു കുടിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാവാം. മരിച്ചു പോണ്ടേ മനുഷ്യന്മാര്. ഇത് കേട്ടിരുന്നിട്ട് കാര്യമില്ല. മരിച്ചു പോണ്ടേ.
എന്നോട് ചില പള്ളി കമ്മിറ്റിയൊക്കെ പറയാറുണ്ട്, പള്ളിയിൽ വയലു പറയേണ്ട കാര്യം പറയുമ്പോൾ ചിലർ പറയാറുണ്ട് നിങ്ങൾ കള്ളിനെ പറ്റി നന്നാക്കി പറയണമെന്ന്. ഈ അടുത്ത കാലത്ത് ഒരു പള്ളി കമ്മിറ്റി എന്നോട് എന്താ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പള്ളി കമ്മിറ്റി എന്നോട് പറഞ്ഞു, പള്ളി കമ്മിറ്റിന്ന് മൊത്തം പറയണില്ല, 1-2 ആളുകൾ പ്രധാനികൾ, എല്ലാവരും കൂടി ചിലപ്പോൾ അതിന് പറയാൻ അർഹരുള്ള ആളുകൾ ഉണ്ടാവുമെന്നും ചിന്തിക്കേണ്ടതാണ് എല്ലായിടത്തും. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മദ്യത്തിനെ പറ്റി നന്നാക്കിയായിട്ട് പറഞ്ഞേ. പള്ളിയാകട്ടെ അങ്ങാടിയിലല്ലതാനും, പള്ളി അങ്ങാടിയിലല്ലതാനും. എന്നോട് പറയാണ് നന്നാക്കി മദ്യത്തിനെ പറ്റി അങ്ങോട്ട് പറയണമെന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾ പുറത്തേക്ക് മയക്കണ്ടോ? പുറത്തേക്കൊന്നുമില്ല. എനിക്കതിന്റെ സാങ്കത്യം മനസ്സിലായില്ല. ഒരു വക്കത്തിന് നിസ്കരിക്കാൻ വേണ്ടി വന്ന ആളുകൾ, വക്കത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു ജുമാക്ക് വേണമെങ്കിൽ കള്ളിനെ പറ്റി വയലു പറയാം, കാരണം എല്ലാ കള്ളുകൂടിയന്മാരും വരുന്ന ഒരു സംഗതിയാണ് ജുമാ. ഒരു 27 ഇരട്ടി കൂലുള്ള അമലല്ലേ ജമാഅത്ത്. ജമാഅത്തിന് ഒരു നാട്ടിൽ ആരാ വരിക? മുഅ്മിനീങ്ങളായ ആളുകളല്ലേ, അത്രയും നല്ല ആളുകളല്ലേ ഒരു ജമാഅത്തിന് വരിക. നിങ്ങൾ ആലോചിക്കണം ഈ പറഞ്ഞ കാര്യം. ഇവിടെ അമേരിക്കയിൽ ഏതായാലും ഞാൻ പോയിട്ടില്ലല്ലോ, ഇവിടെ ഈ പരിസരത്ത് ഇവിടെ ഞാൻ നീട്ടി പറയണില്ല, ഇതിന്റെ ഉള്ളിലുണ്ട്, ഞാൻ പറയണില്ല. ഒരു കമ്മിറ്റി എന്നോട് പറഞ്ഞതാണ് എന്താ പറയേണ്ടത്. സാധാരണ സ്ഥലത്ത് ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് ചോദിക്കും, എന്താ പറയേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ കാളിൽ നന്നാക്കി പറയണമെന്ന് പറഞ്ഞു. നന്നാക്കി പറഞ്ഞു. ഒരു ജമാഅത്തിന് എന്നപ്പോ ഒരു സമയത്ത് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി എന്നപ്പോ അയാൾ നന്നാക്കി ഇത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് മയക്കണ്ടോ ചോദിച്ചില്ല, ഒന്നുമില്ല, ഉള്ളിൽ തന്നെ കേൾക്കണുള്ളൂ, ശരിക്കത് പറഞ്ഞു നോക്കൂന്ന് പറഞ്ഞു. എനിക്കത് ആദ്യം മനസ്സിലായതന്നെയില്ല. കാരണം എന്ത്, നിങ്ങളിപ്പോ റഹ്മത്തുള്ള മുസ്ലിയാരെ കള്ളു കുടിക്കരുതെന്ന് എന്നോട് വയലു പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഏതായാലും കള്ളു കുടിച്ചിട്ടില്ലല്ലോ, കൊടുക്കൂലല്ലോ, അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഒരാളൊരു ഉപദേശം നടത്തണമെങ്കിൽ ആ ഉപദേശം അയാൾക്ക് അർത്ഥവത്താവണ്ടേ. എനിക്കത് മനസ്സിലാവില്ല. ഏതായാലും ഞാൻ അവര് പറഞ്ഞതുപോലെ നന്നാക്കി അങ്ങോട്ട് പറഞ്ഞു, ശരിക്കാട് പറഞ്ഞു. ഒരു 1.5 മാസത്തിനുള്ളിൽ കള്ളിനെ പറ്റി പറഞ്ഞ മാസ്റ്റർ പീസ് പ്രസംഗം ഒരു പക്ഷെ അതാവുന്ന എനിക്ക് തോന്നുന്നു. നന്നാക്കിയാട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നപ്പോ ഞാൻ ചോദിച്ചു, ബന്ധപ്പെട്ട ആളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അഥവാ ഇനി വേണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, എല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, എല്ലാം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ധാരാ പറഞ്ഞറിയോ നിങ്ങൾ? ഏതിന്? ജുമുഅക്കല്ല, ജമാഅത്തിന് നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യന്മാരെ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാ. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ നീട്ടി പറയണില്ല, നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ ഈ ഹദീസ് കേട്ടോളൂ. ഈ ഹദീസ് കേട്ടിട്ട് കുടിക്കണോ? കുടിച്ചോ. കുടിക്കണമെങ്കിൽ നീ കുടിച്ചോ, നിനക്ക് വേണമെങ്കിൽ നീ കുടിച്ചോ. ഈ ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു. സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന മുദമ്മിനുൽ ഖംരി വആഖുൽ വാലിദൈൻ വമുസദ്ദിഖും ബിസ്സിഹ്രി. 3 ആളുകൾ സ്വർഗത്തിൽ കടക്കണ പ്രശ്നം ഇല്ല. ഒന്ന് മുദമ്മിനുൽ ഖംരി, കള്ളിൽ നിന്ന് തൗബ ചെയ്യാത്തവൻ ഇല്ല. ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കണം. ഈ ഉസ്താദ്മാരൊക്കെ ചെറുപ്പക്കാരൊക്കെ പള്ളിയിൽ വരുന്നത് കണ്ടാൽ ഉസ്താദ്മാരൊക്കെ പച്ച സാധുക്കളാ. ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്, മുല്ലാക്കോ മസ്ജിദ് മേ ഹേ സജദേ കി ഇജാസത് നാദാൻ യേ സമജ്താ ഹേ കെ ഇസ്ലാം ഹേ ആസാദ്. മുല്ലാക്കാക്ക് പള്ളിയിൽ സുജൂദ് നടക്കണം എന്നുള്ള താല്പര്യമേ ഉള്ളൂ. പള്ളിയിൽ സുജൂദ് നടന്നു കഴിഞ്ഞാൽ കാര്യമൊക്കെ റെഡിയായി നാ മുല്ലാക്ക മനസ്സിലാക്കുന്നത്. ഈ ചെറുപ്പക്കാരൊക്കെ പള്ളിക്ക് കയറി വരുന്നതോടുകൂടെ ചെറുപ്പക്കാരൊക്കെ നല്ല ആളുകളാണെന്ന് വിചാരിക്കും. എനിക്കറിയാവുന്ന ഒരു നാട്ടിലെ പള്ളിയിലെ ആലിമീങ്ങളോട് വിനയം കാണിക്കുന്ന, ആ നാട്ടിലെ ആലിമിന് വേണ്ടി എന്തും സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അടുത്ത ഒരു കാലത്ത് പെട്ടെന്ന് ആക്സിഡന്റിൽ ഒരു നാട്ടിൽ മരണപ്പെട്ടു പോയി. ആക്സിഡന്റ് നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അത്ഭുതപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആയോ. നിങ്ങൾ ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആധുനിക സമൂഹമേ, ബഹുമാനപ്പെട്ട മഹദൂം തങ്ങളെ നാട്ടുകാരെ, അലാഉദ്ദീനുൽ ഹിമ്മസിയുടെ നാട്ടുകാരെ, ഇന്നത്തെ പത്രത്തിലുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വലിയ മരവ്യവസായത്തിന്റെ 2ാമത്തെ കേന്ദ്രമാണ് കല്ലായി. ആ കല്ലായിയാണ് സത്യത്തിൽ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തെ മുഴുവനും ഇങ്ങോട്ട് ആകർഷിച്ചത്. സ്വഹാബികൾ പോലും വന്നിട്ട് മറവ് ചെയ്ത് കിടക്കുന്ന മണ്ണാണ് കോഴിക്കോട്. നിങ്ങൾ ആലോചിക്കണം, വിശ്വാസികളെ ചിന്തിക്കണം. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. ആക്സിഡന്റ് ആവുമ്പോൾ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോ ഫുൾ ടാങ്കാ. സുബ്ഹാനല്ലാഹ്.
ആ പള്ളിയിലേക്ക് സേവനം ചെയ്യുന്ന ആൾ, ആ പള്ളിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾ, അവിടുത്തെ ആലിമിനെ ആദരിക്കുന്ന ആൾ, നിങ്ങൾ ആലോചിക്കണം. അതാണ് പറഞ്ഞത്, മുല്ലാക്കോ മസ്ജിദ് മേ സജദേ കി ഇജാസത് നാദാൻ യേ സമജ്താ ഹൈ കെ ഇസ്ലാം ഹൈ ആസാദ്. ഈ പുറംപൂച്ചിൽ അഭിമാനിക്കുകയാണ് നമ്മൾ. ഈ പുറംപൂച്ച് അത് ഇന്നലെ പറഞ്ഞതുപോലെ ലാഹിറു ആമിറുൻ വബാതിനുഹാ ഇളാമുൽ മൗതാ. പുറം മനോഹരമാണെങ്കിലും ഉള്ളു വളരെ വൃത്തികെട്ടതാണ് ആധുനിക സൊസൈറ്റി. നിങ്ങൾ കേട്ടോളൂ, ചിന്തിച്ചോളൂ. ഹബീബായ നബി പറഞ്ഞു, ഇനി കുടിക്കണോ കുടിച്ചോ, ഇനി കുടിക്കണോ കുടിച്ചോ, ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു. മുഅ്മിനീങ്ങളെ, ഇത് ഞാൻ തമാശ പറയുകയല്ല. മുസ്തഫായ നബി പറഞ്ഞു, സലാദത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. 3 വിഭാഗ ആളുകൾ സ്വർഗത്തിൽ കടക്കുകയില്ല. കാരണം സ്വർഗത്തിൽ കടന്നാൽ ഖംറ് കുടിക്കേണ്ടി വരും. അപ്പൊ ഖംറ് കുടിക്കാൻ പറ്റാത്തവൻ അവിടെ കൊടുക്കൂല. അങ്ങനെയാണ്. മസലുൽ ജന്നത്തില്ലതി ഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. ഖംറിന്റെ പിഴകൾ അവർക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ഹബീബ് പറഞ്ഞു, ഈ ലോകത്ത് ഖംറ് അനുഭവിച്ചവൻ പരലോകത്ത് അനുഭവിക്കുകയില്ല. അഥവാ ഇവിടുന്ന് അത് കുടിച്ച് തൗബ ചെയ്യാത്തവൻ അങ്ങോട്ട് കേറുകയില്ല. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം. സീല് അടിച്ചു കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ അവർക്ക് ഖംറ് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖിതാമുഹു മിസ്കുൻ. അതിന്റെ സീല് തന്നെ കസ്തൂരിയാണ്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. സീലടിച്ചു കൊണ്ടിരുന്ന മദ്യക്കുപ്പികൾ നൽകും. അത് കേവലം ഇന്നത്തെ ദുനിയാവിലെ കള്ളല്ല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസാബ. ഒരനാവശ്യവും അത് കുടിച്ചാൽ പറയുകയില്ല, അത് ബുദ്ധിയെ നശിപ്പിക്കുകയില്ല. അതിന്റെ മധുരമായ നവ്യവും മധുരവുമായ തേനൂറുന്ന മധുരം നൽകും, നവ്യമായ ഒരനുഭവം നൽകുമെന്നല്ലാതെ അത് ബുദ്ധിയെ തകർത്തു കളയുകയില്ല. അത് അല്ലാഹു തആല ഇവിടുന്ന് കുടിച്ചവർക്ക് നൽകുകയില്ല. ഏറ്റവും ചുരുങ്ങിയത് തൂബൂ ഇലല്ലാഹ്. ചെറുപ്പക്കാരെ, നിങ്ങൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാരെ, ഇത് ചിന്തിക്കണം. അതുകൊണ്ട് സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന. 3 വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ലേ? ഇല്ലേ ഇല്ലേ ഇല്ല ഇല്ല തന്നെ ഇല്ല തന്നെ. മുഹമ്മദ് നബിയാണ് പറഞ്ഞത്. ഏതോ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ എഴുതിയതല്ല. ഇത് പിറ്റേറ്റ മാസം മാറ്റാനുള്ളതല്ല. ഇത് മുഹമ്മദ് നബിയാണ്. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഈ പറഞ്ഞൊരു സംശയമല്ല. ഉറപ്പിച്ചോളൂ ഈ പറഞ്ഞ കാര്യം. നല്ലോണം ചിന്തിച്ചോളൂ. 3 വിഭാഗം ആളുകൾക്ക് സ്വർഗമില്ല. ഒന്ന് മുദമ്മിനു ഖംറിൻ. കള്ളു കുടിച്ച് കള്ളിൽ നിന്ന് തൗബ ചെയ്യാത്തവനാണ്. 2 ആഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്. 3 വമുസദ്ദിഖും ബിസ്സിഹ്രി. ആളുകൾക്കെതിരെ സിഹ്ർ ചെയ്ത് ജ്യോത്സ്യന്മാരെ കൊണ്ട് സിഹ്ർ ചെയ്യിപ്പിച്ചവനാകുന്നു. അവർക്ക് സ്വർഗമില്ലെന്ന് മുഹമ്മദ് നബി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളെ മനസ്സിക്ക് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ കൂടിയിരുന്നപ്പോൾ എനിക്കൊരു കടമുണ്ട്. ഇത് റമളാനാണ്. അല്ലാഹു സാക്ഷിയാണ്, എൻ്റെ റബ്ബ് സാക്ഷിയാണ്, എൻ്റെ റബ്ബ് സാക്ഷിയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശ്വാസികളെ ചിന്തിക്കൂ. നിങ്ങൾ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഖംറു ഉമ്മുൽ ഖബാഇഥി ഉമ്മുൽ ഫവാഹിഷി. എല്ലാ വൃത്തികേടിന്റെയും ഉമ്മയാണ്. വ അക്ബറുൽ കബാഇരി വമൻ ശരിബൽ ഖംറ തറക്കസ്സലാ. നിസ്കാരം കള്ളു കുടിച്ചവന് നിസ്കാരമില്ല. വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി. കള്ളു കുടിച്ചാൽ അവന്റെ ഉമ്മാന്റെ മേൽ കയറും അവൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉമ്മാന്റെ മേൽ കയറൽ സർവ്വസാധാരണമാവാതെ ഖിയാമത്ത് നാൾ വരില്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ആ വിഷയമാണ്, ഞാൻ ഇപ്പൊ പറയണില്ല. ഉമ്മാന്റെ മേൽ കയറൽ സാധാരണം ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി ഉമ്മയെ ഉപയോഗിക്കൽ സർവ്വസാധാരണമാകാതെ ഖിയാമത്ത് നാൾ വരില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോ, കൽബുരം തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ കേവല നേതാവ് പറഞ്ഞല്ല, മുഹമ്മദ് നബി. എന്റെ
ഈ രണ്ട് ചുണ്ടുകൊണ്ട് ജീവിതത്തിലൊരു സംശയത്തിന്റെ വാക്ക് പറയാത്ത മനുഷ്യനാണ് പറഞ്ഞു. ഉമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ചെറുപ്പക്കാരെ ചിന്തിച്ചോളൂ, എന്തേ അവന് ഉമ്മയില്ല, കള്ളു കുടിച്ചാൽ പെങ്ങളില്ല? ഇല്ലല്ലോ, ശരിയല്ലേ? ഈ കഴിഞ്ഞ കൊല്ലമാണ് മലപ്പുറം ജില്ലയിൽ നൊന്ത് പ്രസവിച്ച ഒരു പെണ്ണ്, ഒരു ഉമ്മ മഴുക്കോടാളി എടുത്തിട്ട് സ്വന്തം മകനെ തല വെട്ടിപ്പൊളിച്ച് മലപ്പുറം ജില്ലയിൽ കൊന്നു. കള്ളു കുടിച്ചിട്ട് ഉമ്മാനെ ഉപദ്രവിക്കുന്ന മകൻ, കള്ളു കുടിച്ചിട്ട് ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത മകനെ അടിച്ചിട്ട് മഴുക്കോടാളി എടുത്തിട്ട് അടിച്ചു കൊന്നു. ഇൽമിന്റെ തറവാടായ മലപ്പുറം ജില്ലയിൽ ഈ കഴിഞ്ഞ കൊല്ലം കൊന്നു. നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മ. നിങ്ങൾ ചിന്തിക്കണം, ഹബീബായ റസൂൽ എന്താവണം? ഒരു പെണ്ണ് തന്റെ കുട്ടിയെ പരിലാളിക്കുന്നത് കണ്ടപ്പോ സ്വഹാബികളോട് മുസ്തഫായ നബി ചോദിച്ചുവല്ലോ, അമാ തറൗന ഹാദിഹിൽ മർഅത താരിഹതൻ വലദഹാ ഫിന്നാർ. ഈ പെണ്ണ് ഈ സ്വന്തം കുട്ടിയെ തീയ്ക്കറി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഒരു മാതാവിന് എനിക്ക് കഴിയില്ല. ഒരു മാതാവിന് കഴിയില്ലല്ലോ, മാതാവിന് കഴിയില്ലല്ലോ, അതിനൊരിക്കലും കഴിയില്ല. മാതാവ്, മാതൃത്വം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. മാതാവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അതല്ലേ ഉമ്മ. അതുകൊണ്ടല്ലേ എന്നാ 3 തവണയും ഹബീബായ റസൂലുള്ള ഉമ്മാക്ക് ഗുണം ചെയ്യേ, ഉമ്മാക്ക് ഗുണം ചെയ്യേ എന്ന് പറഞ്ഞത്. ആ ഉമ്മയാണ് മഴുക്കോടാളി എടുത്തിട്ട് നൊന്ത് പ്രസവിച്ച മകനെ ഈ കഴിഞ്ഞ കൊല്ലം, ഏതോ കാലത്ത് നടന്ന കാര്യമല്ല, ഇക്കഴിഞ്ഞ കൊല്ലം മലപ്പുറം ജില്ലയിൽ അടിച്ചു കൊന്നു. ഒരു മുസ്ലിം ഉമ്മ മുസ്ലിം മകനെ കൊന്നു. ഏതോ സമുദായത്തിന്റെ കാര്യമല്ല. 65% മുസ്ലിമീങ്ങളും വീട് വീടാകെ ആലിമീങ്ങളും ഇഷ്ടം പോലെ മദ്രസകളും എല്ലാം ഉള്ള പള്ളികളും ബാങ്കൊലികളുമുള്ള നാട്ടിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന നാട്ടിൽ ഇത് ചെയ്തു. നമ്മളെ കണ്ണ് തുറപ്പിക്കണില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിവിടെ ആലോചിക്കണം. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തഫ റസൂലുള്ള പറയുന്നു, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഒരാള് കള്ള് കുടിക്കുമ്പോഴത്തിന് അല്ലാഹു ലഅനല്ലാഹു അശറ, 10 ആളെ അല്ലാഹു ശപിക്കുമെന്ന് മുഹമ്മദ് നബി ലഅനല്ലാഹു ഫിൽ ഖംരി അശറ. കള്ള് കുടിച്ചത് ഒരാളാ, എന്നാ ശാപം 10 ആക്കാം. അതൊക്കെ ചിന്തിക്കണം, പ്രസംഗിച്ചാ പോരാ, ചിന്തിക്കണം. എന്താ ഈ പറഞ്ഞത്? മുസ്തഫ റസൂലുള്ള പറഞ്ഞു, ലഅനല്ലാഹു ഫിൽ ഖംരി അശറ. ആസിറഹ, കള്ളുണ്ടാക്കാൻ കൽപ്പിച്ചു. അന്ന് പിഴിഞ്ഞെടുക്കും കള്ള്. ഉമുഅ്തസിറഹ, പിഴിഞ്ഞു കൊടുത്തു. അപ്പൊ പിഴിഞ്ഞെടുക്കാൻ അഥവാ കള്ളുണ്ടാക്കാൻ കൽപ്പിച്ചാൽ 2, അതിന് തൊഴിൽ ചെയ്ത, അതുണ്ടാക്കി കൊടുത്ത തൊഴിലാളി. വശാരിബഹ, അത് കുടിച്ചവൻ. 3, വഹാമിലഹ, അതിന്റെ കാരിയർ, അതേറ്റിക്കൊണ്ടുപോയ ആൾ. 4, വൽ മഹ്മൂലത ഇലൈഹി, ആരിലേക്കാണോ ഏറ്റിക്കൊണ്ടുപോയത് അയാൾ. ഒരാളെ ഒരു കള്ളിന്റെ ഒരു വീപ്പ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു പെട്ടി കൊണ്ടുവന്നിട്ട് തൽക്കാലം നിങ്ങളെ ആ റൂമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കട്ടെ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കൊണ്ടുപോകും. ആൾ ഒന്നുമില്ല, പങ്ക് കുടിച്ചിട്ടില്ല, പങ്ക് കുടിക്കണമില്ല, ഒന്നുമില്ല. വൽ മഹ്മൂലത ഇലൈഹി, സ്വന്തം കടകളിൽ സ്നേഹിതന്മാർക്ക് കള്ളു കുടിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. എനിക്കറിയാം പല കടക്കാരെയും അറിയാം. വൈകുന്നേരം കട അടക്കുന്നതോട് കൂടെ തൊട്ടടുത്ത ബാറിൽ നിന്ന് വിദേശ മദ്യം കൊണ്ടുവന്നിട്ട് വീട്ടിൽ പോകുന്നതിന്റെ മുമ്പ് കടയുടെ ഷട്ടർ പകുതി മുക്കാൽ ഭാഗം താഴ്ത്തിയിട്ട് സ്വന്തം കടയിലിരുന്ന് സ്നേഹിതന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നവരുണ്ട്. പേരിന് അവർ കുടിക്കുകയില്ല. അതാണ് വൽ മഹ്മൂലത ഇലൈഹി. അല്ലെങ്കിൽ പറയുക, ഞാൻ പൈസ തരൂല, ഞാനോട്ട് കുടിക്കൂല, ഇത് തൽക്കാലം എന്നാ ഞങ്ങൾ എന്റെ റൂമിൽ നിന്ന് കുടിക്കും, അതിനെനിക്ക് വിരോധമില്ല, ഞാൻ എന്നോട് ആ കാര്യം പറയുന്നത്. വൽ മഹ്മൂലത ഇലൈഹി, അവനെയും അല്ലാഹു ശപിച്ചുവെന്ന് മുഹമ്മദ് നബി. അപ്പോൾ കൽപ്പിച്ച ആള്, കള്ളുണ്ടാക്കി കൊടുത്ത ആള്, കള്ള് കുടിച്ചവനെ, കള്ളിനെ വഹിച്ചു കൊണ്ടുവന്നവന്, ആരിലേക്കാണോ വഹിച്ചു കൊണ്ടുവന്നവൻ അയാൾ. വസാഖിയ, കള്ളിന്റെ വസ്തുക്കൾക്ക്, മുന്തിരിക്കും ഈത്തപ്പനക്കും കള്ളിനു വേണ്ടി ഉണ്ടാക്കുന്ന മുന്തിരി, ഈത്തപ്പന എന്നിവകൾക്ക് സാഖിയ, വെള്ളം തേവിക്കൊടുത്ത തൊഴിലാളി. ഇവനറിയാ. നിങ്ങൾ ചിന്തിക്കും, തൊഴിലാളി എന്ത് പേച്ചു?
ഇവന് വൈകുന്നേരം ഇവന് വൈകുന്നേരം വരെ വെള്ളം തേകിയിട്ട് 150 ഉറുപ്യ കിട്ടിയിട്ടുണ്ട്. ഇവൻ ഒരു പണിയും കിട്ടാത്തപ്പോ കള്ളിന് നനക്കാൻ പോയി, കള്ളിനുള്ള മുന്തിരിക്ക് നനക്കാൻ പോയി, അതിനുള്ള സൗകര്യത്തിന് ഏർപ്പെടുത്തി കൊടുക്കാൻ പോയി. കള്ളിന് മുന്തിരിയായിരുന്നു അന്ന്, ഇന്ന് മുന്തിരി എന്നല്ല, ഇന്ന് പഴയ ആ ബാറ്ററിയുടെ കറുത്ത സാധനമൊക്കെ എന്താ പറയാ അല്ലേ അങ്ങനെ ഖൈറുന്നിസാന്റെ കള്ളൊക്കെ അങ്ങനെയാണ്. അപ്പൊ നാട്ടിലാകെ ഖൈറുന്നിസാക്കും മണിച്ചനും കള്ളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പഴയ ബാറ്റൊക്കെ തെരഞ്ഞു നടന്ന തൊഴിലാളി ഒന്നും ചെയ്തിട്ടില്ല. മൂപ്പര് ഇത് കൊണ്ടുപോയി അവിടെ കൊടുത്താൽ മൂപ്പരെ പൈസ ഇട്ടു. നമുക്ക് കള്ള് കുടിക്കാനൊന്നും നമ്മ അറിയില്ല, നമ്മ ഒന്നുമില്ല. വൈകുന്നേരം ഒരു 150 ഉറുപ്പ്യയുടെ കുട്ടികളെ പോറ്റണ്ട. ആരെ കുട്ടികളെ പോറ്റണം എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ കുട്ടികളെ പോറ്റണം? മഴുവെടുത്തോ, എന്നിട്ട് തൊട്ടടുത്ത ഹോട്ടലിലേക്ക് പോയിക്കോ. ഹറാമ് ചെയ്തുകൊണ്ട് കുട്ടികളെ പോറ്റണ്ട. എന്തുകൊണ്ട്? ആ കുട്ടി നിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കേറി നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആ മകൻ നിന്റെ നെഞ്ചത്ത് ചവിട്ടിക്കേറുമെന്ന് വിശുദ്ധ ഖുർആൻ. വളരെ നമ്മൾ ചിന്തിക്കണം ഈ പരമാർത്ഥം. വഹാമിലഹാ വൽമഹമൂലത ഇലൈഹി വസാഖിഹാ വബായിഹാ. കള്ള് വിറ്റ് കൊടുത്തവൻ, കള്ളിന്റെ വിൽപ്പനക്കാരൻ. വഹാമിലഹാ വബായിഹാ. പിന്നെ വആകില സമനിഹാ. കള്ള് വിൽക്കുന്നവന്റെ വില സ്വീകരിച്ച ആൾ, കള്ളിന്റെ വിൽക്കുന്നവന്റെ വില സ്വീകരിച്ചു, വിറ്റു. നമ്മളെ നാട്ടിൽ ഒരു കച്ചവടക്കാരനുണ്ട്, പാൻപരാക്ക് ആൻസ്, അതൊക്കെ ആ വകുപ്പിൽപ്പെട്ടതാ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതൊക്കെ വിൽക്കുന്നവന്റെ അരികിൽ നിന്ന് നിനക്കേതായാലും വെറുതെ കിട്ടുന്ന നല്ല സമയല്ലേ, ഒരു ചായ വാങ്ങിക്കൊണ്ടടാ എന്ന് പറഞ്ഞു. ഈ പാൻപരാക്ക് ആൻസ് പോലത്തൊക്കെ വിറ്റുന്ന ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇങ്ങനെയൊക്കെ വിറ്റ് കിട്ടുന്ന ലാഭങ്ങളിൽ നിന്നിട്ട് അതെന്നെ വാങ്ങിയിട്ട് ആ വില തിന്നവൻ സ്വന്തം മാത്രല്ല വേറൊരാളും തിന്നു. ഒരു ചായ വാങ്ങിക്കൊണ്ട നിനക്കേ ചിലപ്പോ നല്ല കൊയ്ത്തിന്റെ സമയമല്ലേ, ഒരു ചായ വാങ്ങിക്കൊണ്ടടാന്ന് പറഞ്ഞു. ആ ചായ കുടിച്ചവൻ അവൻ അല്ലാഹു ശപിച്ചു. വൽ മുസ്തരീലഹ, വേറൊരാൾക്ക് വാങ്ങിക്കൊടുത്തവൻ. എന്നോടൊരിക്കലും ഒരു അവസരത്തിൽ ഒരു കോൺട്രാക്ടർ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നല്ല കുപ്പി കൊടുത്താൽ നല്ല ജോറാണ്, ഒക്കെ കൃത്യം നേരത്തിനൊക്കെ ഒപ്പിട്ട് പാസ്സായി കിട്ടും, ഇല്ലെങ്കിൽ കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമല്ല, ഇതൊന്നും മറച്ചു വെക്കേണ്ടതില്ല. ആധുനിക വ്യവസ്ഥിതിയുടെ രീതിയാണ് ഈ പറഞ്ഞത്. ആധുനിക വ്യവസ്ഥിതിയിൽ പല കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭരിക്കുന്നവർ മേൽത്തട്ടിലിരുന്നിട്ട് പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല. മൈക്കൊന്നും ചെയ്യാൻ പോണില്ല, അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കുപ്പിക്ക് വേണ്ടി നിയമം മാറ്റുന്നു, കുപ്പി കൊടുക്കാതെ അവരെ കാര്യം നടത്തി കൊടുക്കുകയില്ല. എന്നാൽ തൽക്കാലം സർക്കാർ ഉദ്യോഗസ്ഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കോൺട്രാക്ടർ കുപ്പി വാങ്ങിക്കൊടുത്തു. വൽ മുസ്തരീലഹാ, ആ കുപ്പി വാങ്ങിക്കൊടുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മുസ്തരീലഹു. എന്നോട് അങ്ങനെ ഉണ്ട് ഒരാൾ, ഒരിക്കൽ പറഞ്ഞു, ഒരു റേഷൻ കടക്കാരൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ചില സമയത്തൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വൈകുന്നേരം ബാറിൽ കൊണ്ടുപോയി സൽക്കരിക്കേണ്ടി വരും, ഞാൻ കോഴിമുട്ട മാത്രമേ തിന്നാറുള്ളൂ, അതിൽ വല്ല തെറ്റുണ്ടോ എന്ന് എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുക. ബാറിൽ പോയി സൽക്കരിക്കേണ്ടി വരും, നല്ല കോഴിമുട്ട മാത്രമേ ഞാൻ തിന്നാറുള്ളൂ, ഞാൻ എന്റെ ബില്ല് കൊടുക്കും, വേറെ ഒന്നും ഞാൻ ചെയ്യല്ല, നിർവാഹമില്ല, റേഷൻ കട നിനക്ക് വേണ്ട എന്ന് വെക്കുക. റേഷൻ കട നടക്കൽ അത് ചെയ്യുന്നതിൽ തെറ്റല്ല എന്ന് പറയണമെങ്കിൽ ആദ്യം റേഷൻ കട നടത്തൽ വാജിബാണ് എന്നൊരു ആയത്തോ ഹദീസോ ഉണ്ടാവണം. ഇല്ലല്ലോ, അങ്ങനത്തെ ആയത്തോ ഹദീസില്ലല്ലോ. അല്ലാഹ് ഹലാലായ നിലക്ക് ജീവിക്കണമെന്നേ ഉള്ളൂ. അത് ഏത് സൗകര്യമാണോ ആ സൗകര്യം ചെയ്യണം. ഞാൻ വിശദീകരിക്കുന്നില്ല. 10 ആളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. 10 ആളുകൾ ശാപത്തിന്റെ ആളുകളാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളെ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസ്, ഹബീബായ നബി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ശരിബൽ ഖംറ ലം യഖ്ബലില്ലാഹു മിൻഹു ശൈആ. കള്ളു കുടിച്ചവൻ എന്ത് ചെയ്താലും അള്ളാഹു തആല സ്വീകരിക്കൂല. കള്ളു കുടിക്കുന്നവൻ എന്ത് ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. വേറെ ഒരു ഹദീസിൽ കാണാ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിനുൻ. കള്ളു കുടിക്കുന്നവൻ കള്ളു കുടിക്കുന്ന നേരത്ത് മുഅ്മിനല്ല. മൻസന, അവൻ ഔ ശരിബ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ നസഅല്ലാഹു മിൻഹുൽ ഈമാൻ,
അള്ളാഹു അവന്റെ തടീന്ന് ഈമാൻ ഊരിയെടുക്കും. കമാ യഖലഉൽ ഇൻസാനു ഖമീസഹു മിൻ റഅസിഹി, അവന്റെ തലേന്ന് അല്ലാഹു തആല ഈമാൻ ഊരിയെടുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി വളരെ ചിന്തിക്കണം. സാന്ദർഭികമായി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ മിനിഞ്ഞാന്ന് പത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട്, മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സാന്ദർഭികമായി ഞാൻ ഇവിടെ വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. വിദേശ മദ്യത്തിന്റെ സാന്നിധ്യം കുളവാഴകൾ പുഷ്പിച്ചില്ല. പരപ്പനങ്ങാടി വിദേശ മദ്യലഹരിയിൽ ഇത്തവണയും ഊർപ്പായി ചിറയിലെ കുളവായകൾ പുഷ്പിച്ചില്ല. പരപ്പനങ്ങാടി അഞ്ചപ്പുരയിലെ ബീവറേജ് കോർപ്പറേഷന്റെ കീഴിലുള്ള വിദേശ മദ്യഷാപ്പ് പ്രവർത്തിക്കുന്നത് ഊർപ്പായി ചിറയുടെ കരയിലാണ്. ഒരേക്കറയിലേറെ വരുന്ന ചിറ പൂർണ്ണമായും കുളവാഴ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ വയലേലകളുടെയും കുളങ്ങളിലും കുളവാഴ പൂത്തിലഞ്ഞു നിൽക്കുമ്പോഴും 3 വർഷമായി ഈ ചിറയിലെ കുളവാഴകൾ പൂക്കാറില്ല. ഈ മദ്യഷാപ്പിൽ നിന്നും മദ്യം വാങ്ങിക്കുടിക്കുന്നവർ ഒഴിഞ്ഞതും ശേഷിക്കുന്നതുമായ, നല്ല രസമുണ്ട്, മദ്യം അങ്ങനെ തന്നെയല്ലേ ബാക്കിയുള്ള മദ്യം, ഒഴിഞ്ഞതും ശേഷിക്കുന്നതുമായ മദ്യത്തോടെ കുപ്പികൾ ചിറയിലേക്കാണ് വലിച്ചെറിയുന്നത്. പ്രതിദിനം 100 കണക്കിന് മദ്യക്കുപ്പികളാണ് ഇങ്ങനെ ചിറയിലേക്ക് ഉപേക്ഷിക്കുന്നത്. ഇതുവഴി വ്യാപകമായി ആൽക്കഹോളിന്റെ അംശം വെള്ളത്തിൽ കലരാൻ ഇടവരുന്നു. ഈ ഷാപ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് ചിറയിലെ കുളവാഴകൾ പൂത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ച ദർശിക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മലപ്പുറം എഡിഷനാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 14 തീയതി വെള്ളിയാഴ്ച ചന്ദ്രിക റിപ്പോർട്ട് ദിനപത്രത്തിൽ മലപ്പുറം പേജിൽ വന്ന ഒരു ന്യൂസാണ് ഞാനിവിടെ വായിച്ചത്. വിദേശ മദ്യത്തിന്റെ സാന്നിധ്യം കുളവാഴകൾ പോലും പുഷ്പിച്ചില്ല എന്ന റിപ്പോർട്ട്. നിങ്ങൾ ചിന്തിക്കണം. പരപ്പനങ്ങാടി എന്നും കൂടി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ മമ്പുറം സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അവിടെ വന്നിറങ്ങിയ ആ പ്രധാന അഭിപ്രായം. ഏതായാലും സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദ് ഫളിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് പരപ്പനങ്ങാടിയിൽ വെച്ചാണ്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ദീനിന്റെ ഈറ്റില്ലമായ ഈ പ്രദേശത്ത് നിങ്ങൾ ആലോചിക്കണം, ഇത് നിങ്ങൾ ചിന്തിക്കണം. ഈ പ്രകൃതിയിലെ ചെടികൾ പോലും അതിനോട് കാണിക്കുന്ന ഒരു വിമ്മിഷ്ടമെത്ര! ഈ ചെടികൾ, ഈ സസ്യങ്ങൾക്ക് പോലും അതിനോടുള്ള ഒരു വർജ്ജേയമായ താല്പര്യം, അതിനെ വർജിക്കുന്ന രീതി എത്ര നിങ്ങൾ ചിന്തിക്കണം. കുളവാഴ പോലും പൂട്ടില്ല. അതും കള്ള് മുഴുവൻ ഒഴിച്ചിട്ടല്ല, കള്ളിന്റെ കുപ്പിയിലുള്ളത് കുറച്ച് ചെറിയും, അതുകൊണ്ട് കുളവാഴ പൂത്തില്ല എന്നാ പറയുന്നത്. 3 കൊല്ലമായി ഇവിടെ ബ്രീവറേജ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു മുമ്പ് വരെ ഇവിടെ കുളവാഴ മനോഹരമായി പൂത്തു നിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോൺ ആൽക്കഹോളിക് ആണ് എന്ന പേരിൽ നമ്മുടെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം അഭയം തേടിയ ബീവറേജിൽ കയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നോൺ ആൽക്കഹോളിക് ആണെന്ന് പറയും. നോൺ ആൽക്കഹോളിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം ഇന്ന് ചേക്കേറിയ ഒരു കാര്യമാണ് ബിയർ. നിങ്ങൾ വളരെ ഇതാലോചിക്കണം. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ചെറുപ്പക്കാരിൽ മുഴുവനും നിസ്കരിക്കുന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ, എല്ലാ കാര്യത്തിനും സജീവമായുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഈ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് എന്നോട് ചോദിക്കാണ്, 15% ഉള്ളൂ ഉപയോഗിച്ചൂടെ? മനസ്സിലായില്ല. അപ്പോഴാണ് ബിയറിന്റെ പെർസെന്റേജ് എനിക്ക് മനസ്സിലായത്. ആകെ 15% ഉള്ളൂ ഉസ്താദേ, എന്താ അത് ഉപയോഗിച്ചുകൂടെ? ഒരു ചോദ്യം. ഒരു ചെറുപ്പക്കാരൻ, നിസ്കരിക്കുന്ന ദിക്ർ ചെല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല ഒരു ചെറുപ്പക്കാരൻ, ഇശാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ പള്ളിയിൽ കയറുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഒരു നാട്ടിൽ നിന്ന് എന്നോട് ഇപ്പൊ ബന്ധപ്പെടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എന്റെ വിദ്യാർത്ഥികൾ, ബന്ധപ്പെട്ട ആളുകൾ, കുറച്ചൊക്കെ നന്നാവാൻ തീരുമാനിച്ച ആളുകളല്ലാതെ ഉസ്താദ്മാരോട് ബന്ധപ്പെടില്ലല്ലോ. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കാണ്, ഉസ്താദേ 15% ഉള്ളൂ, 15% ഉള്ളൂ ബിയറില്. എനിക്ക് ഓർമ്മ വരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ദൈലമുൽ ഹുമൈരി എന്ന ഒരു സ്വഹാബി വന്നു. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന ദൈലമുൽ ഹുമൈരി സഅലൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്നാ ബിഅർളിൻ ബാരിദ നുആലിജു ഫിഹാ അമലൻ ശദീദാ. വളരെ തണുപ്പുള്ള ഒരു നാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്.
നുആലിജു ഫിഹാ അമലൻ ശദീദ, അവിടെ വളരെ വിഷമകരമായ അധ്വാനിക്കുന്ന പണി എടുക്കേണ്ടി വരും. അതുകൊണ്ട് കഠിനാധ്വാനികളാണ് ഞങ്ങളെ നാട്ടുകാര്. അത് കാരണമായി വഇന്നാ ലനത്തഖിദു ശറാബൻ മിൻ ഹാദൽ ഖുംഹി, ഗോതമ്പ് വാറ്റിയിട്ട് ഞങ്ങളൊരു പാനീയം ഉണ്ടാക്കാറുണ്ട്. എന്താ ഈ സാധനം? ഗോതമ്പ് വാറ്റിയിട്ടുണ്ടാക്കിയ പാനീയം. എന്താ? ബിയർ തന്നെ. ഇന്ന് നമ്മളെ നാട്ടിൽ കാണുന്ന ഈ ബിയർ മുഴുവനും ഗോതമ്പ് വാറ്റിയിട്ടുണ്ടാക്കിയതാ. ഗോതമ്പ് വാറ്റിയിട്ട് ഒരു പാനീയം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് കുടിച്ചാൽ എന്തുണ്ടാവും? ഞങ്ങൾ നല്ല തൊഴിൽ ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. അല്ല അമാലിന, തൊഴിലിനൊക്കെ നല്ല ആരോഗ്യം ലഭിക്കും. വഅലാ ബർദി ബിലാദിന, ഇത് കുടിച്ചാൽ ഈ തണുപ്പ് കൂടിയ ഞങ്ങളെ ഈ ധ്രുവപ്രദേശത്തോട് അടുത്ത് നിൽക്കുന്ന ഞങ്ങളുടെ നാട്, ആ നാട്ടിലെ തണുപ്പിനോട് എതിരിടാനും ഞങ്ങൾക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു സാധനം ഞങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇസ്ലാം ആയതുകൊണ്ട് അങ്ങയോട് ചോദിച്ചിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഉപയോഗിച്ചൂടെ എന്ന് മുസ്തഫ നബിയോട് ചോദിച്ചു. മുസ്തഫ നബി പറഞ്ഞു, ഹൽ യുസ്കിറു, എന്തെങ്കിലും വല്ല ഇസ്കാറിന്റെ നേരിയ അംശമെങ്കിലും അതിലുണ്ടോ എന്ന് മുഹമ്മദ് നബി. എന്തെങ്കിലും നശയുടെ നേരിയ അളവ്, മധുവന്മത്തരാക്കുന്നതിന്റെ നേരിയ അളവെങ്കിലും അതിലുണ്ടോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല ദൈലമുൽ ഹുമൈരി നബിയോട് പറഞ്ഞു, ഞാൻ അതെ അങ്ങനുണ്ട്. കാരണം അത് കുടിക്കുന്നതോടുകൂടെ ഞങ്ങൾക്ക് നല്ലൊരു സുഖം ഉണ്ടാവുന്നുണ്ട്, ഒരു ചെറിയ അംശമൊക്കെ അതിലുണ്ട് എന്ന് ഈ ദൈലമുൽ ഹുമൈരി എന്ന സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫാതുറൂഖു, എന്നാണ്ട് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്തെങ്കിലും ഈ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടാ. ഇന്നന്നാസ ഗൈറു താരികി, വർഷായിട്ട് ഞങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഈ സാധനം ഇപ്പൊ പോയി പറഞ്ഞാൽ ഇസ്ലാം ആയതുകൊണ്ടൊന്നും ചെയ്യാൻ ഞങ്ങൾ ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക, ഇവിടെ ഖാലിദും ഉമറും ഒക്കെ ഉണ്ട്, നല്ല വാളുണ്ട് അവരെ കയ്യില്. ഉപേക്ഷിക്കണമെങ്കിൽ അവരെ തല വെട്ടിയേക്ക്. ബിയർ കുടിക്കണോന്റെ തല വെട്ടണമെന്ന് മുഹമ്മദ് നബി. അവരുപേക്ഷിക്കൂല. ചിന്തിക്ക് നിങ്ങൾ. അവരോട് യുദ്ധം ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ ഈ ലോകത്ത് മുസ്തഫ റസൂലുള്ളാഹിന്റെ നിയമമാണ്. അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വളരെ പ്രഗൽഭമാണ്. ബിയർ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫിഖ്ഹു സുന്നയിൽ സയ്യിദ് സാബിഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തമാശ, എന്റെ ഇജ്തിഹാദല്ല, ആഗോള പണ്ഡിതന്മാർ മുഴുവനും ഈ കാര്യം വസ്തുനിഷ്ഠമായി അംഗീകരിക്കുന്നുണ്ട്. മുസ്തഫായ നബി പറഞ്ഞു, ഒരു സാധനം 20 റാത്തൽ ഉപയോഗിച്ചാൽ മത്ത് പിടിക്കുമെങ്കിൽ അതിൽ അല്പം ഉപയോഗിക്കൽ പോലും ഹറാമാണ്. ഒരു വസ്തു 20 റാത്തൽ, ഫറക്ക് എന്നാൽ 20 റാത്തലാണ്. ഒരു വസ്തു 20 റാത്തൽ ഉപയോഗിച്ചാൽ തലക്ക് മത്ത് പിടിക്കുമെങ്കിൽ ആ വസ്തു 20 റാത്തൽ ഉപയോഗിക്കുമ്പോഴേ മത്ത് പിടിക്കുന്നത് എങ്കിൽ ഹറാം. ആ വസ്തു അള്ളാന്റെ ശറയിൽ അനുവദിച്ച കൂട്ടത്തിൽ പെട്ടതല്ല എങ്കിൽ ഹറാം. അതിലൊരു കൈയിന്റെ തൽക്കാലം ഉള്ളിൽ ഒരല്പം എടുത്ത് ഉപയോഗിക്കൽ പോലും ഹറാമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ നസായിയുടെ ഹദീസ് കാണാ, ഹുർരിമത്തിൽ ഖംറു ഖലീലുഹാ വകസീറുഹാ. കള്ളിന്റെ അംശം ചൊരിക്കാണെങ്കിലും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഹറാമാണ്. അല്ലാഹു അത് ഉപേക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തൽക്കാലം കള്ള് എന്ന് പേര് മാറ്റിയിട്ട് ബിയർ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, സാധനം ഹറാമ് തന്നെയാണ്. അതല്ലാത്ത വേറെയും പേര് പറയണ്ടല്ലോ, ആനമയക്കി ഇല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ പേരില്ലേ, അങ്ങനെ ഉണ്ടല്ലോ. എന്താ ഈ മുസ്ലിയാരായ എനിക്ക് മാത്രം ഇത് അറിയുന്നു, നിങ്ങൾക്കൊന്നും അറിയൂലെന്നും അങ്ങനെ ഉണ്ടോ? ആനമയക്കി, ഒരു സാധനത്തിന്റെ പേര് ആനമയക്കി, അങ്ങനെയൊക്കെ ഉണ്ട്. ആന വരെ അത് കുടിച്ചാൽ മയങ്ങിപ്പോകും. അങ്ങനെയാണ്. പേര് മാറ്റിയിട്ട് കാര്യമില്ല, പേര് മാറും. ഏത് കാര്യത്തിനും പേര് മാറാൻ പറ്റിയ സുഖ, പേര് മാറ്റിയിട്ട് കാര്യമില്ല. മുസ്തഫ റസൂലുള്ള പറഞ്ഞു. ഒരു ഹദീസ് കേട്ടോളൂ, ജാമിഉ സഹീഹിൽ അൽബാനി പോലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്നുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല റസൂലുള്ളാഹി റസൂലുള്ള പറഞ്ഞു, ഇന്ന നാസം മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ യശ്റബൂനൽ ഖംറ, കള്ള് കുടിക്കും, വയസ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, വയസ്മൂനാ ബിഗൈരി ഇസ്മിഹാ, അതിന്റെ പേരാണ് മാറ്റുകയും ചെയ്യും. കള്ളോല് കുടിക്കും, പക്ഷേ യസ്മൂനാ ബിഗൈരി ഇസ്മിഹാ, അതിന്റെ പേര് മാറ്റും.
പേര് മാറ്റിയിട്ട് കള്ള് കുടിക്കുന്ന കാലം വരുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وعن أبي مالك الأشعري رضي الله عنه قال قال رسول الله لا يشربن ناس من أمتي الخمر يسمونها بغير اسمها وتضرب على رؤوسهم المعازف. സംഗീത ഉപകരണങ്ങൾ മുട്ടിച്ചാടുകയും കള്ളിന്റെ പേര് മാറ്റി കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർളാ, അല്ലാഹു അന്നവരെ ഭൂമിയിൽ താഴ്ത്തുമെന്ന് മുഹമ്മദ് നബി. ഇത് വളരെ ചിന്തിക്കണം. യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർളാ, അല്ലാഹു അന്നവരെ ഭൂമിയിൽ താഴ്ത്തും. ലോകരാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രാജ്യമേതാ? ലോകരാജ്യങ്ങളിൽ മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമേതാ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. തമാശയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടല്ലേ പരിശുദ്ധ റമളാനിൽ അല്ലാഹു തആല എത്ര 80,000 കവിഞ്ഞു എന്നാ പറഞ്ഞത്. ഞാൻ വിശദമായി പിന്നെ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം. അതാണ് കള്ള് കുടിക്കും. എന്നോട് ഒരിക്കൽ പാകിസ്ഥാനി പറഞ്ഞതാണ്, ഓരോ വഴികളിലും ഒരു വൈകുന്നേരമായ ചെറുപ്പക്കാരിങ്ങനെ തളർന്നിരിക്കുന്നു. ഒരു പാകിസ്ഥാനി എന്നോട് പറഞ്ഞതാ. കറാച്ചിയിലെയും ഇസ്ലാമാബാദിലെയും തെരുവോരങ്ങളിൽ ചെറുപ്പക്കാര് നല്ല ആരോഗ്യമായ, ലോകത്തെ ഏറ്റവും ആരോഗ്യമുള്ള ആളുകളല്ലേ പാകിസ്ഥാനികൾ. ഒരൊറ്റ പിടുത്തം അങ്ങോട്ട് ബാക്കിലേക്ക് പിടിച്ചാല് സിമന്റിന്റെ ബ്ലോക്ക്, നമ്മളെ ഇവിടുത്തെ ഇതൊന്നുമല്ല, എത്ര കരുത്തുള്ള ബ്ലോക്ക് ഒറ്റ പിടുത്തം അങ്ങോട്ട് പിടിച്ചിട്ട് 10-25 ബ്ലോക്ക് ഒറ്റ കയറ്റങ്ങോട്ട് കയറ്റി 4, 5, 8 നിലയുടെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ലോകത്തൊരു വിഭാഗത്തിന് കരുത്തുണ്ടെങ്കിൽ ആ വിഭാഗം പാകിസ്ഥാനികളാ. എന്താ അവരെ കരുത്ത്? പെഷവാറിൽ നിന്നും സിന്ധിൽ നിന്നൊക്കെ വരുന്ന ആരോഗ്യമുള്ള മനുഷ്യന്മാർ, ആ ആരോഗ്യമൊക്കെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. 2 വിഭാഗം ആളുകളാണ് മുസ്ലിം ലോകത്ത് ആരോഗ്യവാന്മാർ. ഒന്ന് പാകിസ്ഥാനികളും ഒന്ന് മിസ്രികളുമാണ്. ഈ 2 വിഭാഗം മദ്യത്തിനടിമകളാ. അള്ളാഹുവിന്റെ നിയമം കാറ്റിൽ പറത്തി നശിച്ചല്ലോ. എന്തേ നശിച്ചില്ലേ? നശിപ്പിച്ചു ചെയ്തല്ലോ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് കള്ള് കുടിച്ച് മതോന്മത്തരായി കിടന്ന ഇസ്രായേലികളുടെ നേർക്ക് ഒരു ന്യൂ ഇയറിന്റെ രാത്രി അടിച്ചു കയറിയില്ലേ അൻവർ സാദത്തിന്റെ പട്ടാളം. നോക്കൂ നിങ്ങൾ. ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തി കള്ള് കുടിച്ച് മത്ത് പിടിച്ച് കിടക്കുന്ന ഇസ്രായേലികൾ പട്ടാളക്കാരെ ഇഞ്ചിഞ്ചായി പൊരുതിയിട്ട് പരാജയപ്പെടുത്തിയ അൻവർ സാദത്തിന്റെ പട്ടാളം. ലോകത്ത് സൂയസ് കനാല് നിർമ്മിച്ച ആളുകളാണ് അവർ. ലോകത്തിന്റെ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ആരോഗ്യമുള്ള ജനവിഭാഗമാണ് മിസ്രികളും പാകിസ്ഥാനികളും. ഈ 2 വിഭാഗവും മദ്യത്തിന് അടിമപ്പെട്ടു. അല്ലാഹു പറഞ്ഞു, ഹബീബായ നബി പറഞ്ഞു, യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർളാ. അങ്ങനത്തെ ഒരു കാലം വന്നാല്, പുതിയ പേരുണ്ടാക്കിയിട്ട് കള്ള് കുടിക്കുന്ന ആ കാലം വന്നാൽ യഖ്സിഫുല്ലാഹു ബിഹിമുൽ അർളാ, ഭൂമി കുലുക്കം, ഭൂമിയിൽ അവരെ പിടിച്ചാഴ്ത്തുമെന്ന് മുഹമ്മദ് നബി. നോക്കൂ നിങ്ങൾ. പുതിയ ചില ചെറുപ്പക്കാരൊക്കെ പറയുന്നത് ബിയർ കുടിച്ചാല് മൂത്രക്കല്ലിന്റെ അസുഖത്തിനൊക്കെ സുഖാണ്. എന്നോടൊരാള് പറഞ്ഞു, ഡോക്ടർ ഉപദേശിച്ചോ തന്നെ. ഡോക്ടർ എങ്ങനെ ഉപദേശിക്കാതിരിക്കും? എങ്ങനെങ്കിലും എന്റെ തടയുന്ന ഇസ്ലാമിയത്ത് കുറച്ച് ഒഴിവാക്കാൻ നല്ലതല്ലേ അയാളുടെ ലക്ഷ്യം. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ നമ്മളെ കൂട്ടത്തിൽ. അങ്ങനെയുള്ള നേരത്തെ ഇവിടെ ഭാസ്കരൻ സാറ് പറഞ്ഞതുപോലെ നന്മ ഉപദേശിക്കുന്ന ഡോക്ടർമാരുണ്ട്, തിന്മ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ഒരു മുസ്ലിമായ രോഗിയോട് ഒരു ഡോക്ടർ ഉപദേശിച്ചാത്രേ, നീ ബിയർ കുടിച്ചാൽ മൂത്രക്കടത്തിന്റെ സോക്കളിന് നന്മണ്ട്, മൂത്രക്കല്ലിന് സോക്കളിന് സുഖണ്ട്, ശരീരത്തിന് വളരെ സുഖണ്ട്. നമ്മളെ ചെറുപ്പക്കാർ നല്ലൊരു ശതമാനം ഇതിലേക്ക് കയറിക്കൂടിയതിന് കാരണം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിച്ചാൽ അതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അൻസലദ്ദാഅ വദ്ദവാഅ, അല്ലാഹു രോഗവും മരുന്നും ഇറക്കിയിട്ടുണ്ട്. ഫതദാവൂ, നിങ്ങൾ മരുന്ന് ഉപയോഗിച്ചോളൂ. വലാ തദാവൂ ബിൽ ഹറാം, ഒരിക്കലും നിങ്ങൾ ഹറാമ് കൊണ്ട് മരുന്നാക്കരുതെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് ഒരു മൂത്രക്കടച്ചിലെ സോക്കൾ ഉണ്ടാവുമ്പോ മാറുമ്പോഴത്തിന് 100 സോക്കട് പുറത്തും കൂട്ടുണ്ടാവും. നാശമായി. ഹബീബായ നബി പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅകും ഫീമാ ഹറമ ബൈനകും സ്വഹീഹുൽ ബുഖാരി. അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യത്തിലും അല്ലാഹു തആല ശിഫ വെച്ചിട്ടില്ല. നല്ലോണം ചിന്തിക്കണേ ചെറുപ്പക്കാരെ. ഇതിന്റെ പേരിൽ ബിയർ കുടിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, ഈ സദസ്സിലുണ്ടാവും. നിങ്ങളൊക്കെ നോക്കി തന്നെ ഞാൻ പറയുന്നത്. ഇന്നല്ലാഹ ലം സ്വഹീഹുൽ ബുഖാരി,
ഇന്നല്ലാഹ ലം യജ്അൽ ശിഫാഅകും ഫീമാ ഹറമ ബൈനകും. അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ ഒരു കാര്യത്തിലും അല്ലാഹു നിങ്ങൾക്ക് ശിഫ വെച്ചിട്ടില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി അന്ന ത്വാരിഖ ഇബ്നു സുവൈദിൻ സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് പറഞ്ഞു അനിൽ ഖംരി യസ്നഉ ലിദ്ദവായി, ഞങ്ങൾ മരുന്നിനൊക്കെ കുറച്ച് കള്ളുണ്ടാക്കാറുണ്ട് നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഇന്നഹദാഉൻ, അത് മരുന്നല്ലല്ലോ, അത് രോഗാണല്ലോ എന്ന് പറഞ്ഞു. ഇന്നഹദാഉൻ, അത് രോഗമാണ്, ലൈസ ബിദവായിൻ, അത് മരുന്നല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നമ്മൾ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. മരുന്നായി ഉപയോഗിക്കുക, മരുന്ന് ഉപയോഗിക്കണ അവസ്ഥ ഇപ്പം മാറിയിട്ട് മരുന്നായി, ഇപ്പൊ മദ്യത്തെ മരുന്നാ ഉപയോഗിക്കണ ചർച്ചയാണ് നമ്മൾ പറഞ്ഞത്. മരുന്നായി ഉപയോഗിക്കൽ മാത്രമല്ല, ഇപ്പത്തെ പുതിയ ട്രെൻഡ് നിങ്ങൾ കേട്ടോ ആവോ, മരുന്നിനെ മദ്യമായി ഉപയോഗിക്കുക. നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ? നിങ്ങൾ അറിഞ്ഞില്ല, ഒക്കെ സാധുവായ ഞാനാണ് അറിയേണ്ടത്. നീ അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഞാൻ ഒറ്റ വാർത്ത വായിക്കാം, മിനിഞ്ഞാനുണ്ടായൊരു പത്രവാർത്ത ഞാൻ വായിക്കാം. നിയന്ത്രണമില്ല, കഫ് സിറപ്പുകളിൽ ലഹരി തേറുന്നവർ കൂടുന്നു. വായിക്കാം. മലപ്പുറം, ഒക്കെ മലപ്പുറത്ത് തന്നെയാണ്. ലഹരി നുകരാൻ നല്ല രസമുണ്ട്. ചുമക്കുള്ള കഫ് സിറപ്പ് കുടിക്കുക. എന്തിന്? ലഹരിക്ക്. ലഹരിയെ മരുന്നിന് ഉപയോഗിക്കുന്നതിന് പകരം ഇപ്പൊ മനുഷ്യന്മാർ പോയി മരുന്നിനെ ലഹരിക്ക ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചിന്തിക്ക്, എല്ലാം തീക്കൊള്ളിയിലാണ് ഉറുമ്പരിക്കുന്നത്. മലപ്പുറം ലഹരി നുകരാൻ വ്യാപകമായി കഫ് സിറപ്പുകൾ ഉപയോഗിക്കുന്നതായി പരാതി. മിനിഞ്ഞാന്ന് ഈ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ചന്ദ്രിക ദിനപത്രം, ചന്ദ്രികയുടെ ഒക്ടോബർ 13 വ്യാഴം ജനറൽ എഡിഷനാണ്. നിയന്ത്രണമില്ല, കഫ് സിറപ്പുകളിൽ ലഹരി തേറുന്നവർ കൂടുന്നു. റമദാൻ മാസത്തിലാണ് ഇത് നമ്മൾ ചിന്തിക്കണം. റമദാനിലാണ് മുസ്ലിമീങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു പത്രത്തിൽ ഒരു മുസ്ലിം തലസ്ഥാനം, ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 54 ജില്ലകളിൽ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകൾ 54 ജില്ലകളിൽ ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ചെലവഴിക്കപ്പെടുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ മലപ്പുറത്തുകാരൻ തന്നെയാണ്, പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കണം. ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ തകർച്ച എത്ര വലുതായിപ്പോയി എന്നതാണ്. ലഹരി നുകരാൻ വ്യാപകമായി കഫ് സിറപ്പുകൾ ഉപയോഗിക്കുന്നതായി പരാതി. ചുമക്കുപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള അലോപ്പതി മരുന്നുകളിൽ ലഹരി തേടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിലപിടിപ്പുള്ള മയക്കുമരുന്നുകൾ കിട്ടാത്തവർ കൊഡൈൻ ഫോസ്ഫേറ്റ് അടങ്ങിയ കഫ് സിറപ്പുകളിലാണ് അഭയം തേടുന്നത്. കുറഞ്ഞ ചെലവിൽ വേഗം സ്വന്തമാക്കാമെന്ന മാർഗമാണ് കഫ് സിറപ്പുകളിലെ ലഹരി നുകരലിന് പിന്നിലെന്ന്. ബ്രൗൺ ഷുഗർ പോലെ കിട്ടൂലല്ലോ. ബ്രൗൺ ഷുഗർ 1 ഗ്രാമിന് 500 രൂപയാ വില. ബ്രൗൺ ഷുഗർ കൊണ്ട് കയറ്റാ, പക്ഷെ ബ്രൗൺ ഷുഗറിന് സ്വർണത്തെക്കാൾ വലിയ വിലയാ. അപ്പൊ ഏറ്റവും നല്ല ചീപ്പ് റേറ്റിൽ മാർഗം തേടാണ്. കുറഞ്ഞ ചെലവിൽ വേഗം സ്വന്തമാക്കാമെന്ന മാർഗമാണ് കഫ് സിറപ്പുകളിലെ ലഹരി നുകരലിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംസ്ഥാനത്തെ മരുന്ന് വിപണിയിൽ വ്യാപകമായി ലഭിക്കുന്ന പെത്തഡീൻ, ഫോർത്ത് ഫിനർഗിൻ തുടങ്ങിയ ഇഞ്ചക്ഷനുകൾക്ക് പിറകെയായിരുന്നു മയക്കുമരുന്ന് ലോബി. ഇപ്പോൾ എളുപ്പം സ്വന്തമാക്കാൻ സാധിക്കുന്ന കഫ് സിറപ്പുകൾക്ക് പിറകെയാണ്. ഡോക്ടർമാരിൽ നിന്ന് വ്യാജ മരുന്ന് കുറിപ്പ് സമ്പാദിച്ച് വിവിധ മരുന്നു ഷാപ്പുകളിൽ നിന്നാണ് കഫ് സിറപ്പ് വാങ്ങുന്നത്. വീടുകളിൽ പൊതുവെ സംശയം തോന്നാത്തതും, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, വീടുകളിൽ പൊതുവെ സംശയം തോന്നാത്തതും വില കുറഞ്ഞതുമായ ഇത്തരം മരുന്നുകളാണ് യുവാക്കളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ചുമയില്ലാത്തവർ ഈ മരുന്ന് കാര്യമായി കുടിച്ചാൽ നല്ല ലഹരി കിട്ടുമെന്ന് കണ്ടെത്തിയത് ഈ അടുത്ത കാലത്താണ്. വിപണിയിൽ ലഭ്യമായ കഫ് സിറപ്പുകളെല്ലാം ഈ വിഭാഗം പരീക്ഷിച്ചിട്ടുണ്ട്. 100 മില്ലിഗ്രാമിന്റെ സിറപ്പിന് 50 രൂപയാണ് വില. 50 രൂപ കൊടുത്താൽ കിട്ടും. 1 ഗ്രാം ബ്രൗൺ ഷുഗറിന് 500 രൂപ കൊടുക്കണം. ഇത് 100 ഗ്രാമിന് 50 രൂപയാണ് വില. ഒരു സ്ഥലത്തെ വിവിധ മരുന്നു കടകളിൽ നിന്ന് ഒരു ചീട്ടിൽ തന്നെ നിരവധി മരുന്നു കുപ്പികൾ സ്വന്തമാക്കി വിൽപ്പന നടത്തുന്ന റാക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട്. മാരകമായ ഇഞ്ചക്ഷൻ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് മരുന്നു നൽകാൻ ചില മരുന്നു കടക്കാർ തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. ഹറാമാണ്.
ഇങ്ങനെ മരുന്നുക ഇത് വ്യാജമാണെന്നും ഇത് ദുരുപയോഗം ചെയ്യുമെന്നും ബോധ്യപ്പെട്ടാൽ അത്തരം കാര്യത്തിന് വേണ്ടി മരുന്ന് കടക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നതും ഡോക്ടർമാർ ഒത്താശ ചെയ്തു കൊടുക്കലും ഇസ്ലാമത്തിൽ ഹറാമാണ്. മരുന്ന് സ്വന്തമാക്കുന്ന ലഹരി അടിമകൾ തീട്ടി അടിക്കാൻ എന്ന പേരിലാണ് ഇഞ്ചക്ഷൻ സ്വന്തമാക്കുന്നത്. ഡോക്ടർമാരുടെ പരിശോധന കുറിപ്പില്ലാതെ തന്നെ ഇത് നൽകുന്നതും ഇവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു. ചില മാനസിക രോഗത്തിനുള്ള ഗുളികകളും ആൽപ്രാസോളം വിഭാഗത്തിലെ മരുന്നുകളും മയക്കുമരുന്ന് ലോബി വ്യാപകമായി വിൽപ്പന നടത്തുന്നുണ്ട്. കുട്ടികളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ മയക്കുമരുന്ന് ലോബി കഫ് സിറപ്പുകളിലെ ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഈ മരുന്നടിച്ച് വീട്ടിൽ ചെന്നാലും വീട്ടുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നതാണ് ഇതിന് പ്രേരകം. കുറഞ്ഞ ചിലവിൽ ലഹരി നുകരാനാകുന്നത് കൊണ്ട് സ്കൂൾ കുട്ടികളടക്കം ഈ റാക്കറ്റിന്റെ വലയിലാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചന്ദ്രിക ദിനപത്രത്തിന്റെ ജനറൽ എഡിഷനാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഗൗരവമായി ഈ പരമാർത്ഥം നാം ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം, മയക്കുമരുന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നത്, മദ്യം ഉപയോഗിക്കുന്നത്, മരുന്നായി ഉപയോഗിക്കുന്നത് വരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ലഹരിക്ക് വേണ്ടി അഭയം തേടുക എന്നതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം. ചില സാന്ദർഭികമായി ചില പ്രധാനപ്പെട്ട കോട്ടിങ്സുകൾ ഞാൻ ഇവിടെ വായിക്കാം. ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി പ്രഗത്ഭനായ ഡോക്ടർ എസ് ഡി സിംഗിന്റെ ഒരു പ്രസ്താവന മയക്കുമരുന്നിനെ കുറിച്ച്. മയക്കുമരുന്നിന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ലോബി നമ്മുടെ ഇടത്തും വലത്തുമുണ്ട് എന്ന കാര്യം നാം ചിന്തിക്കണം. എന്റെ കുട്ടി അത് ചെയ്യില്ല, എന്റെ കുട്ടി അങ്ങനെ ആവില്ല. ഈ അടുത്ത കാലത്ത് മിഠായിയിൽ വരെ മയക്കുമരുന്നിന്റെ അംശം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികളെ വലവേശിപ്പിടിക്കാൻ പല ജാതി റാക്കറ്റുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ എന്താ ചെയ്യാത്തത്? സാധുക്കളായ സ്കൂൾ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധുനിക മനുഷ്യൻ ഇതിനപ്പുറം ചെയ്യൂലേ ഈ മനുഷ്യൻ? നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ.